السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. قال رسول الله صلى الله عليه وسلم: القرآن شافع ومشفع وماحل مصدق، من جعله أمامه قاده إلى الجنة ومن جعلوا خلف ظهره ساقه إلى النار. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്നു: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: അൽ ഖുർആനു ഷാഫിഉൻ മുശഫഉൻ, ഖുർആൻ ശുപാർശ ചെയ്യുന്നതും ശുപാർശ സ്വീകരിക്കപ്പെടുന്നതുമാണ്. ഒമാഹിലുൻ മുസദ്ദഖുൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ വാസ്തവമാക്കപ്പെടുന്ന സാക്ഷിയുമാണ്. മൻ ജഅലഹു അമാമഹു, ആരെങ്കിലും ഖുർആനിനെ തൻ്റെ നേതാവാക്കിയാൽ, തൻ്റെ മുന്നിൽ നിർത്തിയാൽ, ഖാദഹു ഇലൽ ജന്നതി, അത് സ്വർഗത്തിലേക്ക് അവനെ നയിക്കും. വമൻ ജഅലു ഖൽഫ ദഹ്രിഹി, ഖുർആൻ ആരെങ്കിലും പിന്നിലേക്ക് മാറ്റിയാൽ, അവൻ്റെ പിന്നിലേക്ക് മാറ്റിയാൽ, സാഖു ഇലന്നാർ, അത് അവനെ നരകത്തിലേക്ക് നയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെ ഫളായിലുകൾ പറയുകയാണ്. വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ആൾ നാളെ മഹ്ശറയിലെ ഭീകരമായ അന്തരീക്ഷത്തിൽ വിശുദ്ധ ഖുർആൻ അത് ഓതിയ ആളുകൾക്ക് രക്ഷകനായി എത്തും, ശുപാർശ ചെയ്യും. മാത്രമല്ല, ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ശുപാർശയുമായിരിക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ വിശുദ്ധ ഖുർആൻ വാസ്തവമാക്കപ്പെടുന്ന സാക്ഷി നിൽക്കുന്നതായിരിക്കും. അഥവാ ഈ ഖുർആൻ പാരായണം ചെയ്ത ആളുകളെ അംഗീകരിച്ചുകൊണ്ട് അതിന് സാക്ഷിയായ ഖുർആൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയും. അതുകൊണ്ട് തന്നെ ഖുർആനായിരിക്കണം നമ്മുടെ ഇമാമ്. ഖുർആനാണ് നമ്മെ നയിക്കേണ്ടത്. ലോകത്തെ മറ്റു ഒരു മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളോ ആയിരിക്കരുത് നമ്മെ നയിക്കേണ്ടത്. ഖുർആൻ നിലനിർത്തി വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മളൊക്കെ മുന്നോട്ട് നീങ്ങേണ്ടത്. അങ്ങനെ ഖുർആനെ ഇമാമായി കണ്ട ആളുകൾ ആ ഖുർആൻ അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അതേസമയം തൻ്റെ പിന്നിലേക്ക് മാറ്റിയാൽ, അഥവാ ഖുർആൻ അവഗണിച്ചാൽ, അതിലെ കൽപ്പനകളെയും അതിലെ സന്ദേശങ്ങളെയും ഒരാൾ അവഗണിച്ച് പ്രവർത്തിച്ചാൽ അവനെ നരകത്തിലേക്കായിരിക്കും അത് നയിക്കുക. വിശുദ്ധ ഖുർആനോടുള്ള മുസ്ലിങ്ങളുടെ കടപ്പാട് സീമാതീതമാണ്. പരിശുദ്ധ ഇസ്ലാമാണ് ഇസ്ലാം. പരിശുദ്ധ മുസ്ലിം ആരാണ് എന്ന് നമ്മെ പഠിപ്പിച്ചത് ഖുർആനാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ തന്നെ ആയിരിക്കണം നമ്മുടെ ഇമാമ്. അതുകൊണ്ടാണല്ലോ നാം തൽഖീൻ ഓതുന്ന സമയത്ത് വമാ ഇമാമുക്ക എന്ന് ചോദിക്കുമ്പോൾ അൽ ഖുർആൻ ഇമാമി എന്ന് പറയാൻ ഓർമ്മപ്പെടുത്തുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.